ഇത് സീനാ, ഇത് നല്ല സീനാട്ടോ. ഞാനും അടക്കം വേണം, ഞാനും ഇതൊക്കെ തിരിഞ്ഞിട്ടുണ്ടായത്. എന്റെ ഫോണൊക്കെ ഫുള്ള് വെള്ളത്തിലായടോ, ഫോണൊക്കെ ഫുള്ള് വെള്ളത്തിലായി. ഹലോ ഗായ്സ്, അങ്ങനെ കുറെ കാലമായില്ലേ കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് പോവാണ്. ഞാനും പിന്നെ ഒരാളും കൂടി ഉണ്ട്, നിങ്ങൾ തംബ്ലൈനിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഒരു എക്സ്പെഡീഷന് പോവാണ്, കായാക്കിങ്ങിന്. എത്ര കിലോമീറ്റർ അറിയണ്ടേ? ഏകദേശം 500 കിലോമീറ്റർ കായാക്കിങ്. നമ്മൾ 15 ദിവസം കായക്കും സാധനങ്ങളൊക്കെ വാങ്ങി ഡിക്കാത്തലോണിൽ പോയിട്ട്. എന്നിട്ട് ഇന്നലെ പോകേണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ മഹീന് ഓൻ്റെ കായാക്കിങ് കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് നമ്മൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ് ഡിക്കാത്തലോണിൽ. എന്നിട്ട് അത് വാങ്ങിയിട്ട് നേരെ നമ്മൾ ഇന്ന് തന്നെ വിടാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ടാണ് ഈ കായാക്ക് എക്സ്പെഡീഷന് പോകുന്നത്. എന്താ മൈനെ, സെറ്റ് അല്ലേ? സെറ്റ്. എന്താ പ്ലാൻ? എന്താ നമ്മളെ പ്ലാൻ എന്ന് പറയുമ്പം 10 മുതൽ 15 ദിവസം വരെ നമ്മുടെ ഒരു കയാക്കിംഗ് ട്രിപ്പ്. ഇവിടുന്ന് വാർസ മുതൽ ഇവിടുത്തെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള ഏത് നദി? വിസ്തുലയിലൂടെ നമ്മൾ ബാൾട്ടിക് സീ വരെ പോകും. ബാൾട്ടിക് സീ വരെ പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ചിലപ്പോൾ റിവറിൽ കൂടെ തന്നെ പോകണമെന്നില്ല. ചിലപ്പോൾ ബൈ റോഡും ചില യാത്രകൾ അതിൽ ചെയ്യും. കാരണം ചില സ്ഥലത്തെന്ന് പറയുമ്പോൾ നമുക്ക് നീന്താനല്ല തുഴയാനായിട്ട് കുറച്ച് പാടാണ്. ഒരു ചെറിയൊരു എക്സ്പീരിയൻസിന് വേണ്ടി. അതെ. അപ്പോൾ നമ്മൾ ശരിക്കും ഇന്നലെ പോകേണ്ടതായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് ഡിക്കാത്തലോട് ചെറുതായിട്ടൊരു പണി വന്നാലേ 7,000 ലാഭിക്കാൻ വേണ്ടി 2 ദിവസം മാറ്റി വെച്ച്. അപ്പോൾ നമ്മൾ പക്ഷേ ഇന്ന് എന്തായാലും നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 10 മണിയായി. അപ്പോൾ 10 മണിയായി. അപ്പോൾ നമ്മൾ ഇത് വാങ്ങി നേരെ നമ്മൾ എക്സ്പെഡീഷന് വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ കാണും ബാക്കിയുള്ള സെറ്റപ്പൊക്കെ. അതിൻ്റെ സാധനം വന്നിട്ടുണ്ട്. ഇതാണ് ഓൻ്റെ ഐറ്റം. എൻ്റെ ചെറിയ ഒരു 800 സ്ലോട്ടിൻ്റെ സാധനം കേട്ടോ, ഒരു 20,000 റുപ്യൻ്റെ ചെക്കൻ്റെ. പക്ഷേ എൻ്റെ എത്ര പൈസ? 60,000, 70,000 റുപ്യക്കൊക്കെ പോളണ്ടിലൊക്കെ വന്നിട്ട്. ഞാൻ വാങ്ങിച്ചത് ഫ്യൂച്ചറിന് വേണ്ടി, അവൻ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ. അതെ. അപ്പോൾ നമ്മൾ ഈ സാധനം എടുത്തിട്ട് പോവാണ്. ചെക്കൻ നല്ല കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൈന എന്താ മൂടെ? ഇപ്പോഴാണ് ഒരു ത്രില്ല് വന്നത്. എന്താ ത്രില്ല്? വെരി എക്സൈറ്റിംഗ്, വെരി. ആ പുഴ കണ്ടപ്പോഴാണ് ഒരു ത്രില്ല് വന്നത്. പക്ഷെ ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. ഇന്നിപ്പോൾ ഞാൻ ഈ ട്രിപ്പിന് പോകണമല്ലോ. അപ്പോൾ ഞാൻ ആമസോണിൽ പോയത് ഇന്നലെ ആലോചിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഞാൻ എങ്ങനെയാണ് ഒരു ഇതും ചിന്തിക്കാതെ അങ്ങ് ആമസോണിലൊക്കെ പോയെന്ന്. എൻ്റെ അടുത്ത് തന്നെ ഒരു പ്രൗഡ് തോന്നി കേട്ടോ. ഇന്നലെ രാത്രി ചിന്തിച്ചപ്പോൾ പിന്നെ രാവിലെ കുറച്ച് മൂഡ് ഔട്ടായിരുന്നു. ഇപ്പം പുഴ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നു. അതെ, എനിക്കും ഇപ്പാണ് നമ്മൾ എന്തൊക്കെയോ വലിയെന്തോ ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു സാധനം എനിക്കും ഒരു ഇതായിട്ട് വന്നത്. നോക്കാം നമുക്ക്, അല്ലേ മൈനെ? നമ്മളെ കാറിൻ്റെ അടുത്ത് ആരുമില്ല. ആരെങ്കിലും ആ സാധനങ്ങളെല്ലാം എടുത്ത് കൊണ്ടുപോയോ എന്ന് പഠിച്ചവനറിയാം. പോളണ്ടായോണ്ട് പേടിക്കണ്ട എന്നാണ്. അതെ. പോളണ്ട് ഈസ് സേഫസ്റ്റ് കൺട്രി. നല്ലൊരു രസമുള്ളൊരു റൂട്ടാണ്. നമ്മൾ എവിടെയെല്ലാം എത്തിയെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇന്നല്ലല്ലോ നമ്മൾ വന്ന വഴി. അപ്പോൾ നമ്മളെ സാധനം അവിടെ തന്നെ ഉണ്ട്. ആരും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഈ കുറച്ച് സാധനം കൂടി എടുക്കാനുണ്ട്. ചൈന കയ്യിൽ വൈന് 10-20 kg ഉള്ള സാധനം, 19 kg ഉള്ള സാധനം എടുത്ത് എന്ത് കൂളായിട്ടാണ് പോകുന്നത് നമുക്ക്. ഈ ഉണ്ട് കേട്ടോ അതിനെ, ഈ ഉണ്ട്. ഈ ഒരു കൈവേറി തന്നെ പറയാ. ഓക്കെ. അപ്പം ഞാൻ ആകെ ഒരു ചെറിയൊരു കൂടി എടുക്കാനുള്ളൂ. നമുക്ക് അതിന് കാറൊക്കെ തുറന്നു വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു പേടിയില്ല എനിക്ക് കാറ് തുറന്നു വെച്ച് പോകുന്നതായിട്ട്. അങ്ങനെ നമ്മൾ ഓൾ സെറ്റാണ്. പക്ഷെ വൻ വെയിൽ കിട്ടോ, രക്ഷയില്ലാത്ത വെയിലാണ്. നല്ല വെയിലല്ലേ? ഒന്ന് പിടിച്ച
ഓക്കെ എൻ്റെ പവർ ബാങ്ക്. അപ്പോൾ ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. കാർ പാർക്ക് ചെയ്താൽ ഓക്കെ, ശരി ബൈ. അപ്പോൾ കാർ ഇനി എൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ ബസ്സിൽ വരണം കേട്ടെ. അങ്ങനെ എൻ്റെ കയാക്ക് സെറ്റാക്കിയിട്ടുണ്ട്. കാറ്റടിച്ച് ഞാൻ മൈൻ്റെ കാറ്റടിക്കണം. അതിനെന്താ നോക്കുന്നത്? ഞാൻ എവിടെയാണ് ലഗേജ് വെക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അവൻ്റെ വലിയ കയാക്കാണ്. എൻ്റെ കുഞ്ഞി ഒരു ക്യൂട്ട് പൂക്കി കയാക്ക്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കുറേ ആൾക്കാരുണ്ട്. പക്ക ഒരു വൈബ് കിട്ടുന്നുണ്ട്. അതിനെ സെറ്റല്ലേ? I am always ready. ഒരു ഉഷാറില്ല കേട്ടോ. കുറച്ച് വരട്ടെ, സാധനം വരട്ടെ. വെള്ളത്തിൽ ഇറങ്ങട്ടെ. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഉഷാറെല്ലാം പോകും. അതാണ് വേറൊരു കാര്യം. അതെ, ചെക്കന് ഇവിടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അവൻ സെറ്റപ്പ് ആക്കിന്. എൻ്റെ കയ്യിൽ സ്ഥലമില്ല. എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ച് എന്നാൽ കുറച്ച് സാധനം എടുത്ത് അപ്പുറം ഇടട്ടെ എന്ന് ചോദിച്ചിട്ടോ. അവനാണ് പറഞ്ഞത് ഈ രണ്ട് പേരുടെ സാധനത്തിൽ രണ്ടുപേർ കൂടെ ഇരുന്ന് ലഗേജ് വെച്ച് പോവാന്ന് കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ നമ്മള് കുറച്ച് സാധനം ലൈറ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ പൈസ ഉണ്ടല്ലോ. ഇതിപ്പോ എന്റെ സാധനങ്ങൾ ഇതൊക്കെ, ബാക്കി എല്ലാം നമ്മുടെ സാധനങ്ങളാട്ടോ. നമുക്ക് രണ്ടാൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അങ്ങനെ ഒരു മാളിക പണിയുണ്ട് അവിടെ. സെറ്റപ്പാണ്. അപ്പം നമ്മൾ വെള്ളത്തിലിറങ്ങി മൈന് വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് ഗഡാൻസ്ക് വരെ 500 കിലോമീറ്റർ ഇവിടുന്ന് പോവാണ്. എന്താവുമെന്ന് പഠിച്ചവന് മാത്രമേ അറിയാം. എൻ്റെ കുഞ്ഞു ബോട്ടാണ്, കാല് വെക്കാൻ പോലും സ്ഥലമില്ല. നോക്കാം. അതിന് സെറ്റല്ലേ? വിചാരിച്ച പോലെ അല്ല, കുറച്ച് ടാസ്കാണ് ഇത്. വൻ സീനാണ്. അയ്യോ ആക്സിഡന്റ് ആയി. അയ്യോ നല്ല സീനാട്ടോ. വെള്ളം നല്ല സീനാ. അതെ. അയ്യോ സീനാട്ടോ ഇത് സീനാ. ഇത് നല്ല സീനാട്ടോ. അയ്യോ നല്ല സീന ഇത്. അയ്യോ എൻ്റെ കയാക്കാണെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് കയാക്കാണ്. അതുകൊണ്ട് തന്നെ സീന. ഞാൻ ഒന്നും ചെയ്യാണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പോവാടി. ഒഴുകി പോവാ. ഞാനിങ്ങനൊക്കെ ഒഴുകി പോവാ. അല്ലാ അടച്ചവനെ കാക്കണേ. നമ്മളിപ്പോൾ ഏതോ കാട്ടിലെത്തി. അയ്യോ ഇത് സീനാട്ടോ. കല്ലുണ്ട്. അപ്പൊ നമുക്ക് പോയോക്കാം. അയ്യോ ഞാൻ ചത്ത ഓൾറെഡി കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ താനേ പോവുണ്ട് എവിടെയല്ലോ. ഒന്നും എൻ്റെ കൈമേലല്ല, എല്ലാം ഈ ഒഴുക്കാണ് കൊണ്ടുപോകുന്നത്. അതനുസരിച്ച് പോകണം. പക്ഷെ അവിടെ കല്ലുണ്ട് പഠിച്ചവന് മുമ്പിൽ. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെയാണ് സ്റ്റേ അടിച്ചത്. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ നല്ല ചായ ഉണ്ടാക്കാണ്. എന്തും കൂടെ എങ്ങനെ ഉണ്ടായിരുന്നേ? അടിപൊളി ഉറക്കമായിരുന്നു കേട്ടോ. ലേറ്റ് ആയിപ്പോയി. ഏകദേശം 9 മണിയായി. നമ്മളിപ്പോൾ ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ നല്ല കോഫിയൊക്കെ കുടിച്ച് നമ്മൾ പോകാനുള്ള പ്ലാനാണ്. നമ്മൾ ഏകദേശം നമ്മൾ ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. ഒരാളെ കണ്ട് ഒരാളെ നമ്മൾ ഗഡാൻസ്ക് പോകാന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മൂപ്പർ പറഞ്ഞു ഭയങ്കര സംഭവമാണല്ലോ പറഞ്ഞേ. അപ്പം ഞാൻ ഇത് കുറച്ചും കൂടി കാറ്റൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ട് ഇത് സെറ്റാവുമോ എന്നുള്ളത്. എനിക്ക് ഈ കാക്ക് വെച്ചിട്ട് ഗഡാൻസ്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ എനിക്കെന്തായാലും ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന ഇല്ല. പക്ഷെ ഞാൻ നോക്കാം, മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഓൻ്റെത് കുറച്ചും കൂടി സെറ്റാണ്. അപ്പോൾ എനിക്ക്
അവനക്ക് അങ്ങനെ എന്താ പറയുക, അവനിപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ തോയാണ്ട് നിന്നാൽ തന്നെ സ്റ്റേബിളായിട്ട് നേരെ പോകുന്നുണ്ട്. പക്ഷെ എൻ്റെത് ഒന്ന് തോയാണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം പോലും എനിക്ക് കിട്ടണില്ല. കാരണം ഞാനത് തോയന് ഒന്ന് നിർത്തി കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോവുക, വേറെ ഡയറക്ഷനിലേക്ക് പോവാണ് എൻ്റെത്. അതാണ് ഒരു പ്രശ്നം. Big, big, this one, big, yes, and very practical. ആൾ എക്സൈറ്റഡ് ആണ് നമ്മളെ ഈ കഥയൊക്കെ. മൂപ്പറ കഥ പറയണു. ഉഗാണ്ടയിൽ മൂപ്പർ റിവറിൽ ഇങ്ങനെ ഫാസ്റ്റ് റിവറിൽ പോയിട്ട് എന്താ പറയുക അടിച്ച് വീണെന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് പറഞ്ഞ് നോക്കി പോട്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എന്താ പറയുക ലാളിത്തുള്ള ഒരു ആള്. അപ്പോൾ നമ്മളിനി ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യണം, എന്നിട്ട് നേരെ വിടണം. ഇന്ന് നമ്മൾ മോഡലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ചെക്കൻ ഇതാ ഇവിടുന്ന് എന്തൊക്കെ ഫിറ്റ് ചെയ്യണ്ടേ. ഷാർക്ക് ഈ ഉണ്ടാക്കിയ പേരല്ലേ അത്? ഒന്നിങ്ങനെ പിടിക്കോ ഫൈമൻ? ഞാൻ പിടിക്കാലോ. എൻ്റെ ഒരു ചുണ്ടൻ വെള്ളം പോലെ ഉണ്ടല്ലേ. അപ്പം പിടിക്കാൻ പറഞ്ഞു, ഞാനിവിടെ ഇരുന്നു. അപ്പോൾ ഇത് ഇപ്പം ഇനി ഇവിടെ ഇറങ്ങണം നാലേക്കുമ്പാണ്. അതിനെ സെറ്റല്ലേ? അങ്ങനെ വെച്ചാൽ മതി, ഞാൻ ഒന്ന് വൃത്തിയാക്കുക. പിണങ്ങാൻ എന്താണ് 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 അടിച്ചു വീണ് എല്ലാം പോയി. ഞാനങ്ങോട്ട് അടിച്ചിട്ട് എടുത്തോ. ഓക്കെ ഓക്കെ. ഹലോ, ഞാനിപ്പോഴ വെള്ളത്തിലാണ് നിൽക്കുന്നത്. അയ്യോ ടെൻ്റൊക്കെ നമുക്ക് വെള്ളമായി. അയ്യോ നല്ല വീഴലാട്ടോ വീണ. ഞാനും അടക്കം വീണ്. ഞാനും ഇതൊക്കെ തിരിഞ്ഞിട്ടുണ്ടായത്. അയ്യാ വല്ലാത്തൊരു അവസ്ഥ. എല്ലാം പോയിട്ടുണ്ടായി, എല്ലാം വെള്ളത്തിലായിരുന്നു, ഒക്കെ ഫുള്ള് വെള്ളത്തിലായിരുന്നു. എന്തോ ഭാഗ്യത്തിനല്ല എല്ലാം കിട്ടിയേ, എന്തോ ഭാഗ്യത്തിനാണ് എല്ലാം കിട്ടിയേ. നല്ല ഒഴിക്കുകയാണെങ്കിൽ അതൊക്കെ അങ്ങനെ പോയിട്ടുണ്ടാവുന്നു. എൻ്റെ ഫോണൊക്കെ ഫുള്ള് വെള്ളത്തിലായടോ, ഫോണൊക്കെ ഫുള്ള് വെള്ളത്തിലായി. ആ ഞാൻ അറിയില്ലല്ലോ ഇങ്ങനെ പോകുന്നു. ഫോണൊക്കെ ഫുള്ള് വെള്ളം. രക്ഷകാവാ നോക്കിയത്. ഞാനിപ്പോ റിവറിലാണ് നിൽക്കുന്നത്. ആയൊന്നുമില്ല, നോക്കി ഞാൻ നിക്ക് നോക്കി. ഇത് എത്രേ ഉള്ളു ആയോ? തണുപ്പല്ലോ. ഇനി നീന്തിട്ടൊക്കെ വരാല്ലേ? ഇനി ഞാൻ നീന്തിട്ടൊക്കെ ഞാൻ നീന്തി വന്നാലോ എന്നൂടെ ഗഡാൻസ്ക് വരെ. ഓഹോ ഓക്കെ. അയ്യോ അങ്ങനെ ഞാൻ വെള്ളത്തിൽ കയറി. നല്ല മൂടടിച്ച് വീണിട്ടോ. ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ പണി കിട്ടുമെന്ന്. ഫുള്ള് കറങ്ങി, അങ്ങോട്ട് കറങ്ങി തീർന്ന് എല്ലാ സാധനം എവിടേക്കാ പോയായിരുന്നു. മൈനും അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞുതരാണ് ആമസോൺ കഥകൾ. ആ കുറച്ച് ടൈം കിട്ടിയാണ്. പക്ഷെ ഉറങ്ങുകയും ചെയ്യണം കേട്ടോ, അതാണ്. ഇല്ല ഞാൻ ഉറങ്ങാൻ ലേറ്റ് ആയി. കാരണം ആ ഒരു റുട്ടീൻ ഉണ്ടല്ലോ. ഇതുണ്ടോ ഒരു ഷിപ്പ് മുങ്ങിപ്പോയതാണ്. ചെറിയൊരു കപ്പൽ മുങ്ങിപ്പോയി, അടിച്ചങ്ങട്ട് ഇല്ലാണ്ട് അതിനൊന്നാണ്ട്. എൻ്റെ തീരെ പോവായിട്ട്
ഞാൻ പറഞ്ഞു ഇവൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ ഇവൻ്റെ ഇത് ട്രൈ ചെയ്യാൻ പോവാണ്. നോക്കട്ടെ ഇവൻ്റെ എങ്ങനെയാണ്. 2500 സ്ലോട്ടിയിൽ ഏകദേശം ഒരു 70,000 റുപ്യ അല്ലേ? 70,000 റുപ്യൻ്റെയും പിന്നെ 20,000 റുപ്യൻ്റെയും നമ്മുടെ ഉപയോഗമുണ്ട് കേട്ടോ. അവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഞാൻ ഇത് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചത്. അതെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാന് എന്തേലും ഞാൻ പോവാണ്, ഇവന്റെ ഞാൻ ഇപ്പൊ പോവാണ്. ഇത് ഇവന്റെ ഭയങ്കര സുഖം കേട്ടോ ഓടിക്കാന്. ഓടിച്ചപ്പോ സുഖോടാ. പക്ഷെ ഇത് സ്റ്റെബിലിറ്റി ഇല്ല. ഓൾറെഡി അറിയാം ഇതിന് സ്റ്റെബിലിറ്റി ഇല്ല. പക്ഷെ ഇത് ഒരു സുഖമുണ്ട് കേട്ടോ. കാറ്റില്ല, പാറ്റ് പോലെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നു കേട്ടോ. അതെ എയറിലാണ് ഫുള്ള്. എയറിലതാ അടിപൊളി സാധനം. എനിക്ക് ഇവന്റെ ഇഷ്ടപ്പെട്ടു. ഇവന്റെ എന്ത് സുഖാറിയോ, ഇങ്ങനെ ഇരുന്നങ്ങനെ 2 തോയനാല് അങ്ങെത്തി. ഇതൊക്കെ കണ്ട കഷ്ടപ്പെട്ട് തോയുന്നേ. പക്ഷെ എൻ്റെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ തോന്നെ കാണിച്ചത് നീട്ട് നൈസാണ്. ഇവിടെ നല്ല മണ്ണുള്ളതുകൊണ്ട് നമ്മൾ നടക്കാണ്, ഒറ്റക്ക് പോവാണ്. നല്ല മണ്ണാണ് ഇവിടെ. ഇപ്പം നടക്കലേ ഒരു രക്ഷയുള്ളൂ. അതാ മയിലും നടക്കാണ്. അങ്ങനെ നമ്മൾ അവിടെ ഇതെല്ലാം വെച്ച് നമ്മൾ സിറ്റിയിലേക്ക് പോവാണ്. അപ്പോൾ ഏതോ ഒരു കാട്ടിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു ഐഡിയ ഇല്ല എവിടെ നമ്മൾ എത്തിയത്. നമുക്ക് നോക്കാം. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. ഇത്ര രസമാണ്. ഫുള്ള് പൂക്കൾ. വേറെ തന്നെ ഒരു രസമുള്ളൊരു പൂവ് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പൂവ്. നല്ല രസമുണ്ട് കേട്ടോ. ചുറ്റും ഇതാണോ മൈന് ഞാൻ പറഞ്ഞ ചുവന്ന പൂക്കളും നിന്നെ കണ്ടാ തോന്നുന്നുണ്ട്, എന്നെ കണ്ടാ തോന്നണില്ല. നമ്മളിപ്പോ ഏതോ ഒരു കൺട്രി സൈഡിലാണ് ഉള്ളത്. നല്ല കുതിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് ഹാപ്പി അല്ലേ? കുതിരകൾ നല്ല രസമുള്ള കുതിര. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മളെ കായാക്ക് അവിടെ തന്നെ ഉണ്ട് എന്നാണ്. ഉണ്ട്, അവിടെ തന്നെ ഉണ്ട് സാധനം. ടെൻഷൻ മാറി. കാക്ക ഇവിടെ ഉണ്ട്, സേഫാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അവിടെ പോയിട്ട് എല്ലാ സാധനം ഹെൽത്തുണ്ടോ നോക്കണം. പോളണ്ട് ഈസ് സേഫസ്റ്റ് കൺട്രി ബ്രോ. കാരണം അത്രയും ആൾക്കാർ ഇവിടെ കണ്ടിട്ടുണ്ട് ആ കയാക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ആരും ഒന്നും തൊട്ടിട്ടില്ല. എടുത്തിട്ട് പോയില്ലേ ഉള്ളൂ. ടെന്റ് ഇവിടെ ഉണ്ട്. നല്ല സേഫാണ്, ആരും ഒന്നും തൊട്ടിട്ടില്ല. ഭയങ്കര അതിശയം തന്നെ അല്ലേ? ഒരു അതിശയമില്ല. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ. നീ വിചാരിക്കരുത് പോളണ്ടിൽ മാത്രമാണ് ഇങ്ങനെ. പോളണ്ടിൽ മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. എന്നാലും ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ മോസ്റ്റ്ലി ചിലപ്പോൾ കാണാൻ പറ്റും. യൂറോപ്പിൽ 26 രാജ്യമുണ്ട് കേട്ടോ. 27, 29 അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം. എല്ലാം സേഫാണ്, അതുകൊണ്ട് സമാധാനമുണ്ട് ഇപ്പോൾ. അപ്പം ഇനിയും സേഫായിരിക്കും തോന്നുന്നു ഇതിവിടെ വെച്ച് പോയാൽ. കാരണം ഇനി നമ്മൾ കുറച്ച് അങ്ങോട്ടാണ് ടെൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ എടുത്തിട്ട് ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പറ്റല്ലേ മൈന? രാത്രി ഒന്നും കഴിക്കാനില്ലല്ലോ. രാത്രി ഒന്നും കഴിക്കാനില്ല. ഇപ്പം ഞങ്ങൾക്കിത് ഈ ടെൻ്റ് എടുക്കണം. ടെൻ്റൊക്കെ വെള്ളം കയറിയതാ. വെള്ളം പോകുന്നുണ്ടോ വീണിട്ട്? അയ്യോ
ടെൻ്റൊക്കെ വെള്ളം കയറി ആകെ അലമ്പതിന്. നോക്കി അത് തുറന്നു നോക്കുമ്പോൾ അതിന് മനസ്സിലാവുള്ളൂ എന്താ അവസ്ഥ എന്നുള്ളത്.